ഇപ്പം വന്ന വണ്ടിക്ക് തന്നെ ഏതായാലും തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും നമുക്ക് ജീപ്പോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഒക്കെ എടുത്ത് പോകണമെങ്കിൽ ഒരിച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൈസ ഒന്നാമത് നല്ല പൈസയാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ഈ വണ്ടിക്ക് തന്നെ അങ്ങ് തിരിച്ച് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴുള്ള കാഴ്ചയല്ല, കുറേ കാഴ്ചകൾ ഈ വരുന്ന വഴിക്കുള്ള കുറേ വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും ഞാൻ ഇരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടില്ലായിരുന്നു. കേട്ടോ, എത്ര നല്ല രസമുള്ള സ്ഥലങ്ങളിലെന്നൊക്കെ മൊത്തം തേയിലച്ചെടികളുടെ പച്ചപ്പും അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റീപ്ലാന്റേഷനോ അങ്ങനെ എന്തൊക്കെയോ പണികളും നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്നാലും നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് അതുപോലെ ആ മലനിരകളുടെ കാഴ്ചകളുടെയും ഒക്കെ നല്ല ദൂരം പൊക്കത്തിലെ മലകൾ നിൽക്കണമെന്ന് നോക്കി. അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആനമുടിയാണ് ശരിക്കും കേരളത്തിലെ. അത് എനിക്ക് തോന്നുന്നു കാന്തല്ലൂർ റൂട്ടിലോ മറ്റാണ്. പക്ഷേ ഇതും ഏകദേശം 5000 മീറ്ററോളം ഉയരത്തിലുള്ള പ്രദേശങ്ങൾ തന്നെയാണ്. അതുപോലെ സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെ നല്ല വെയിലുള്ള ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും തണുപ്പൊന്നും കുറേ നാളുകളായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഏകദേശം 19-20 ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ചൂട് കാണിക്കുന്നത്. ന്യായമായ തണുപ്പുണ്ട്. അതുകൊണ്ട് നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ്. ഇതുപോലെയുള്ള കാഴ്ചകളെ കണ്ടുകൊണ്ട് ചുമ്മാ നമ്മളിങ്ങനെ ഇരുന്ന് നല്ല രസമാണ്. ഇത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂന്നാർ യാത്രയിൽ നമുക്ക് ഒരിക്കലും ഈ കോവിലൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഒഴിവാക്കരുത്. പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാർ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഇടദിവസങ്ങളിൽ പ്ലാൻ ചെയ്യാവുള്ളൂ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കണ്ടോ എന്ത് രസകരമായിട്ടുള്ള കാഴ്ചകളാണെന്നൊക്കെ. കാരണം ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയോ മറ്റോ ആണ്. അപ്പോൾ ഒരു 2-3 ദിവസത്തെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ദിവസമൊന്നും അങ്ങോട്ട് അടുപ്പിക്കില്ല. ഇന്നലെ അതുപോലെ മിനിഞ്ഞാന്നത്തെ ദിവസങ്ങളിലൊന്നും ഈ മൂന്നാർ പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് കഴിയില്ല. കാരണം മാട്ടുപ്പെട്ടി തന്നെ കടന്നു പോകാൻ നമുക്ക് സാധിക്കില്ലാത്തൊരവസ്ഥയാണ്. മാട്ടുപ്പെട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം വന്നാൽ മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മൂന്നാറിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടൊക്കെ പണിത് വെച്ചേക്കുന്ന പള്ളി. അതുപോലെ ഇവിടെ മൂന്നാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഏലകൃഷിയും. ഇതുപോലെ തന്നെ തേയില പോലെ തന്നെയുള്ള ഏലകൃഷികളുണ്ട്. എവിടെ ഉണ്ടോ, ഇവിടെ ഒരു ചെറിയ കടയിൽ ദൂരം ക്യാരറ്റ്. ആ ക്യാരറ്റ് നമുക്ക് മേടിച്ച് അങ്ങനെ തന്നെ തിന്നാം. കറക്റ്റായിട്ട് കഴുകിയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് വെച്ചേക്കാണ്ട്. പിന്നെ ക്യാബേജ് ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കോവിലൂര് കാന്തല്ലൂരൊക്കെ പ്രദേശങ്ങളൊക്കെ ശരിക്കും നല്ല പച്ചക്കറികളുടെ ഇതുപോലെയുള്ള പച്ചക്കറികളുടെയൊക്കെ ഒരു നന്നായിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളും കൂടിയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ കോവിലൂർക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടായിരുന്നു കുറച്ച് സൈഡിലൊക്കെ കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുന്നത്. കാരണം ഒരുപക്ഷെ അതിപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അതങ്ങനെ ഇട്ടേക്കുന്നത്. അതായത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ ഒരു മലനിരകളുടെ കാഴ്ചകളെ കണ്ടുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും ഇതിൽ വ്യൂ പോയിന്റുകളുണ്ട്. നമ്മളിപ്പോൾ റോഡ് ബസ്സിലായതുകൊണ്ട് മാത്രം നമുക്കിവിടെ ഇറങ്ങാനോ ആ കാഴ്ചകളിലേക്ക് പോകാനോ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ ഏതായാലും മാട്ടുപ്പെട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന വെള്ളം ഒരു റിസർവ്, അത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവോയറാണ്. താഴത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു എക്കോ പോയിൻ്റ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആ എക്കോ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ തിരക്കാണോ ബ്ലോക്കാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ആയാലും ഇവിടെ കിടപ്പുണ്ട്. ഇഷ്ടം പോലെ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ 5-3 ദിവസങ്ങൾ അടുപ്പിച്ച് അവധി ദിവസങ്ങൾ വരുന്നതാണ്. നമ്മൾ അതായത് കുറച്ചുകൂടെയൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കുമാണ് ഇതേപോലെ കുറേ സ്ഥലത്ത് നമുക്ക് നിർത്തി വ്യൂ പോയിന്റുകൾ, ഇഷ്ടം പോലെ കാഴ്ചകൾ, നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ, പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ഈ മലയോര പ്രദേശങ്ങളിലെ ഫുഡ് ആസ്വദിക്കാം. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ബോട്ടിങ്ങിനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ റിസർവോയറിൽ. അതും ആ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൃത്യമായിട്ട് പോയിട്ടില്ല. അതുപോലെ ആ സൈഡിലൊക്കെ ദൂരം കടകളാന്ന് നോക്കി, അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത്. ആ സൈഡിനോട് ചേർന്ന് ചെറിയ ചെറിയ കടകൾ. മെയിനായിട്ടുള്ള ഇവിടുത്തെ ആഹാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഗി,
എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അവർ മുട്ടയൊക്കെ ചേർത്ത് എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. മിക്കവാറും ആൾക്കാരൊക്കെ മേടിച്ച് കഴിക്കണുണ്ടാവും. പിന്നെ വേറെ ഞാൻ അപ്പോൾ ആദ്യം കണ്ട ക്യാരറ്റ് നമുക്ക് ഇതായിട്ട് കഴിക്കും. പിന്നെ ചോളം, സ്വീറ്റ് കോൺ ഉണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ മാട്ടുപ്പെട്ടി ഡാമിലെ ബോട്ടിങ്ങാണ് ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട്. അതായത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു പരിസരത്തേക്കാണ് ഇപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് ഒരിച്ചിരി നേരം ഇവിടെ ബ്ലോക്കൊക്കെ ആയിരുന്നു കേട്ടോ. ബ്ലോക്ക് ചെയ്യാൻ പിന്നെ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല രീതിയിൽ ഇന്ന് സാധാരണ ദിവസമായിട്ട് കൂടെ ഒരു നല്ല രീതിയിലുള്ള തിരക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അവധി ദിവസങ്ങളിലെ തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട ദിവസങ്ങളിൽ വരിക. ഇന്നധികം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പുറത്തുള്ള ആൾക്കാരാണ് ഇന്നധികം വന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ മൂന്നാറിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ലൈൻ ബസ്സിന് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് ബസ്സുകളുടെ സമയമൊക്കെ കോതമംഗലം അല്ലെങ്കിൽ പെരുമ്പാവൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഇപ്പോൾ മൂന്നാറിന് പ്രൈവറ്റ് ആയതുകൊണ്ട് KSRTC ആയതുകൊണ്ട് പല ബസ്സുകളുടെ സമയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് കുറേ സമയം പോകാനും കാര്യമുണ്ട്. കൃത്യമായിട്ട് എല്ലാ കാഴ്ചകളിലേക്കും പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏതായാലും ഞാൻ തിരിച്ച് മൂന്നാറിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ബ്ലോക്കൊക്കെയാണ്. മൂന്നാർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. കാര്യമായിട്ട് കാലത്ത് ഒന്നും കഴിക്കാണ്ട് പോകുന്നത്. അപ്പോൾ തന്നെ കാര്യമായിട്ടുള്ള വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു ശരവണ ഭവൻ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഹോട്ടലുണ്ട്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്കാണ്. ഞാൻ പോയി ചോറുണ്ണുവോ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുമോ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് ഫ്രണ്ടിലേക്ക് നടന്നു വെച്ചാൽ മതി ശരവണ ഭവൻ ഹോട്ടലിലേക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് അവിടെ പോയി ചോറുണ്ടു. അത് കഴിഞ്ഞ് നേരെ ചെന്നപ്പോൾ തന്നെ ഒരു പാലക്കാട് ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കയറി അവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ പോരുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴുള്ള കാഴ്ചകളും വളരെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴക്കാറുള്ള ദിവസമാണ്. ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ ചെറിയ മഴക്കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മൂടലുണ്ടെങ്കിൽ ആ മൂടലിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള ഒരു കാഴ്ചകൾ എന്ന് വെച്ചാൽ നല്ല രസകരമായിട്ടുള്ള മൂന്നാർ. ഇപ്പോൾ നമ്മൾ എങ്ങനെ ക്യാമറ കൊണ്ടുവന്ന് വച്ചാലും എവിടെ വച്ചാലും അത് ഒരു കാഴ്ചയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അതുപോലെ തേയില ചെടികളിൽ എനിക്ക് സാധാരണ നമ്മൾ ഇതിലെ പോരുമ്പോൾ തേയില കൊളുന്നു ആൾക്കാർ കൊളുന്നതും ഒക്കെ കാണാറുണ്ട് കേട്ടോ. എന്നങ്ങനെ കൊളുന്നുള്ളുന്ന കണ്ടിട്ടില്ല. ഒരു സ്ഥലത്ത് മാത്രം ഞാൻ ഒരു വണ്ടി കൊളുന്തായിട്ട് കിടക്കണ കണ്ടു. ഇന്നിപ്പോൾ പണിക്കാരെ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം എനിക്കൊരു സംശയമുണ്ട്, ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട് പല സ്ഥലത്തും. ഇന്നും ഇങ്ങനെ കൊളുന്ത് നുള്ളി വരാനുമുണ്ട്. അപ്പോൾ പള്ളിവാസൽ ടീ എസ്റ്റേറ്റിൻ്റെ ഒരു ഏരിയ കൂടെയാണ് പോകുന്നത്. ഇത് ചിത്രപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇനി ആനച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അടിമാലി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് കണ്ടോ. ഞാനിപ്പോൾ ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പള്ളിവാസൽ ജലവൈദ്യുതയുടെ പെൻ സ്റ്റോക്ക് പൈപ്പുകൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നെ കാണാം. അപ്പോൾ ഒരു കാഴ്ചകൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കുറേ താഴത്തേക്കടെ നേരത്തെ അങ്ങോട്ട് കയറി പോകുമ്പോഴാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ അടിപൊളി റിസോർട്ടുകളും ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ഒരു റൂമൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരത്തെയൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും ഈ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ റൂമൊന്നും കിട്ടാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വളരെ നേരത്തെ തന്നെ അറേഞ്ച് തന്നെ പിന്നെ ഈ ഒരു സ്ഥലത്ത് മിക്കവാറും ഈ ഒരു ആനച്ചാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ കൂടി മൂന്നാറിന് വരുന്നതാണ് നമ്മൾ അടിമാലിയിൽ നിന്ന്. മിക്കവാറും ബസ്സുകളൊക്കെ ഏറ്റവും അധികം ബസ്സുകൾ ഇതിലുള്ള കാരണം ഒരുപക്ഷെ ഇതിലായിരിക്കും യാത്രക്കാർ കൂടുതലുള്ളത്. മറ്റേ കല്ലാറ് വഴി അതാണ് എളുപ്പ വഴി, ശരിക്കും നേരെ കയറി പോരാവുന്നത്. പക്ഷേ കുറച്ചുകൂടി ബസ്സുകാർക്ക് ഒരുപക്ഷെ ആളെ കിട്ടാനുള്ള ഒരു എളുപ്പത്തിനായിരിക്കും അവർ ഇതിലെയാണ് കയറി വരുന്നത്. അപ്പോൾ എന്നാലും അതിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓടിയെത്താൻ ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് 1 മണിക്കൂർ 20 മിനിറ്റൊക്കെ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ അടിമാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ തൽക്കാലം ഞാൻ
Signing off. Okay, thank you. Goodbye.